ഒടുവിൽ രഞ്ജിത്ത് പുറത്തേക്ക്, ജയിൽ മോചിതനായി. 10 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. രഞ്ജിത്തിന്റെ ആരോഗ്യനില പരിഗണിച്ച ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്നും രഞ്ജിത്ത് കോടതിയെ അറിയിച്ചു. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പോലീസുകാർ തമ്മിലടിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി. CPO കിരണിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മ്യൂസിയം സ്റ്റേഷനിലെ CPO വിശാഖിനെ മർദ്ദിച്ചതിലാണ് നടപടി. പോലീസ് ആസ്ഥാനത്ത് ഗാർഡ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരൻ മ്യൂസിയം സ്റ്റേഷനിലെ പോലീസുകാരനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തമ്മിലടിയിലെത്തിയത്. അമ്മയെ അസഭ്യം പറഞ്ഞെന്ന് കിരണും പരാതി നൽകിയിരുന്നു. ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ അമ്മയുടെ കാർ മാറ്റിയിടാൻ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. നടുറോഡിൽ KSRTC തടഞ്ഞ് കയ്യേറ്റം. എറണാകുളം ആലുവയിൽ KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും ബൈക്കിലെത്തിയ യുവാക്കൾ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിച്ചു. കുട്ടമശ്ശേരിയിൽ വെച്ച് ബസ് കാറിനെ മറികടക്കുമ്പോൾ എതിരെ വന്ന ബൈക്കിന് തടസ്സമുണ്ടാക്കിയതാണ് പ്രകോപനം. പരിക്കേറ്റ KSRTC ജീവനക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടി. ആലുവയിൽ നിന്ന് അടൂരിലേക്കുള്ള KSRTC സർവീസിനിടെയാണ് സംഭവം. ബസ് മഹിളാലയം കവല പിന്നിട്ടപ്പോൾ ഒരു കാറിനെ മറികടക്കാൻ ശ്രമിച്ചു. എതിരെ വന്ന ബൈക്കിന് മുന്നിൽ KSRTC പെട്ടെന്ന് ബ്രേക്കിട്ടു. ഈ ബൈക്കിലെ യുവാക്കളാണ് KSRTC ജീവനക്കാരെ മർദ്ദിച്ചത്. ഇടിമിന്നലേറ്റ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. കോട്ടയം CMS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി കൊരട്ടിപ്പറമ്പിൽ മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. വീട്ടിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഖബറടക്കം നടത്തും. വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ പാലക്കാട് പറളിയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കല്ലേറിൽ ട്രെയിനിന്റെ വശത്തെ ചില്ലുകൾ ചിന്നിയ നിലയിലാണ്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ശേഷം റെയിൽവേ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ച് ആലപ്പുഴ കണ്ണീർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെയും കല്ലേറുണ്ടായിരുന്നു.